മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ ചെറിയൊരു ക്ലാസ് പോലാണ് ഇന്നത്തെ കാര്യം. കാരണം വേറെ കാര്യങ്ങളൊന്നും നമുക്കിന്ന് പറയാനില്ല. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ഞാൻ എനിക്ക് താഴോട്ട് മാത്രമേ വ്യൂ ഉള്ളായിരുന്നു. താഴോട്ട് മാത്രം. അതെങ്ങനെയാണ് 24,000 ഒരുപക്ഷെ 23,800 വരെ എത്തും എന്ന് ഞാൻ മാർക്കറ്റിൽ ഇന്ന് രാവിലെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. അതിന് അടിസ്ഥാനമായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, എങ്ങനെ നമുക്ക് നമ്മുടെ ആ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഫൈൻഡിങ്സ്, നമ്മുടെ ആ പഠനം നമുക്ക് എങ്ങനെ ട്രേഡിലോട്ട് കൊണ്ടുവന്ന് ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാം എന്നുള്ളതാണ് ഇന്നത്തെ പ്രീ മാർക്കറ്റിൽ, പോസ്റ്റ് മാർക്കറ്റിൽ എനിക്ക് പറയാനുള്ളത്. കാരണം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം എന്താണ്, ഇത് ഒരു നോർമൽ മാർക്കറ്റല്ല, ന്യൂസ് ബേസ്ഡ് മാർക്കറ്റാണ് അല്ലേ. ഒരു യുദ്ധം നടക്കുന്നു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം ചർച്ചകളും കാര്യങ്ങളും വാഗ്വാദങ്ങളൊക്കെ നടക്കുന്നു. അതിനിടയിൽ ഓരോരുത്തരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്കനുസരിച്ചും ആക്ഷൻസിനനുസരിച്ചുമായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പ്രൊഡിക്ഷൻസ് ഒന്നും പറ്റുന്നില്ല. പക്ഷേ നമുക്ക് മാർക്കറ്റിൽ നമുക്കുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടും നമ്മുടെ പഠനങ്ങൾ വെച്ചിട്ടും നമ്മൾക്ക് മാർക്കറ്റ് തരുന്ന ചില സൂചനകളുണ്ട്. മനസ്സിലായില്ലേ? ആ സൂചനകൾ വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സൂചനകൾ എന്തായിരുന്നു എന്നാണ് വളരെ വിശദമായിട്ട് സംസാരിക്കുന്നില്ല. ഞാൻ ഒരു ഹിൻറ്റ് മാത്രം എന്ന് പറയാം. ഇതൊക്കെ ഞാൻ ധാരാളം ക്ലാസ്സിൽ ഞാനിതൊക്കെ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്ന് പറഞ്ഞ് ക്ലാസ്സിൻ്റെ പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞാനങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. അപ്പം നമുക്ക് എന്താണ് അത് സംഭവിച്ച് നോക്കാം. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലത്തെ മാർക്കറ്റിനെ നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ ഡേ ക്യാൻഡിലോട്ടൊന്ന് മാറ്റാം. ഡേ ക്യാൻഡിൽ മാറ്റി കഴിഞ്ഞാൽ അതൊന്നും കാണാൻ പറ്റത്തില്ല വര കൊണ്ടില്ലേ. നമുക്ക് ഡേ ക്യാൻഡിൽ ഒന്ന് എടുക്കാം. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്തോളൂ. ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ഡേ ക്യാൻഡിലാണ് നമ്മൾ ഈ കണ്ടത് ഇല്ലേ. ഇതാണ് ഇന്നലത്തെ ഡേ ക്യാൻഡിൽ. മാർക്കറ്റ് 23,800 വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അല്ല സോറി അതല്ലല്ലോ, ഇതാണ് ഇന്നലെ മാർക്കറ്റ് 23,800 വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ച് കയറിപ്പോയി. നെക്സ്റ്റ് ഡേയിലെ ക്യാൻഡിൽ. ഓക്കെ, ഇതാണ് ഇന്നലത്തെ ഡേ ക്യാൻഡിൽ ഇല്ലേ. ഇന്നലത്തെ ഈ ഡേ ക്യാൻഡിൽ കണ്ടാൽ എന്താ സംഭവിച്ചത്? മാർക്കറ്റ് താഴോട്ട് ഒന്ന് വരുത്തി തീർന്നതിന് ശേഷം മാർക്കറ്റ് വലിയൊരു പുൾ ബാക്ക് നൽകി, അല്ലെങ്കിൽ മാർക്കറ്റ് നല്ലപോലെ കയറിപ്പോയി. ഈ കയറിപ്പോയതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ കയറിപ്പോയത്? നമുക്ക് മാർക്കറ്റിനത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു കാരണവുമില്ല മാർക്കറ്റ് ഇന്നലെ കയറിപ്പോകാനുള്ള യാതൊരു കാരണവുമില്ല. ഒറ്റ ഡയലോഗുകൾ മാത്രമേ ഉള്ളായിരുന്നു. ട്രംപിൻ്റെ വായിൽ നിന്ന് വീണ ഡയലോഗ് എന്താണ്? വാർ പെട്ടെന്ന് അവസാനിക്കും. ഈ ഒരൊറ്റ ഡയലോഗിൻ്റെ പുറത്താണ് മാർക്കറ്റ് ഇന്നലെ എന്ത് ചെയ്തത്? മാർക്കറ്റ് ഗ്യാപ് ഡൗണിലാണ് ഇന്നലെ ഓപ്പൺ ചെയ്തതെങ്കിലും മാർക്കറ്റ് എന്ത് ചെയ്തു? അവിടുന്ന് തിരിച്ച് മാർക്കറ്റ് ചെറിയൊരു ഇവിടെ ചെറിയ ചാർട്ടാണ്ട് ചാർട്ടുകൾ മാറിപ്പോകുന്നു. ഒരു മിനിറ്റ്. ഓക്കെ, 9-ാം തീയതി അല്ലേ? 9, ഇന്ന് 11 അല്ലേ? ഇന്നലത്തെ മാർക്കറ്റ് എന്ത് ചെയ്യും? ഇവിടെയാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഇവിടെ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മാറിപ്പോയി. ഇവിടെ നോക്കിക്കേ, ഒരു ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഇന്നലെ അല്ലേ. ഓപ്പൺ ചെയ്തു. ആ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത ശേഷം മാർക്കറ്റ് താഴോട്ട് വന്ന് ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ടോപ്പ് വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് ഏകദേശം എത്രയാണ് ഇന്നലെ 200 പോയിൻറ്റോളം മാർക്കറ്റ് 200 പോയിൻറ്റോളം മാർക്കറ്റ് എന്ത് ചെയ്തു? ഇന്നലെ അപ്സൈഡ് ചെയ്തു. അപ്പോൾ ഇന്നലെ ഇപ്പോൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് എന്താണ്, ഇന്നലെ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു ഇല്ലേ. നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബലി ഈ പറയുന്ന പോലെ വലിയ മൊമെൻ്റം ഒന്നും ഇല്ലായിരുന്നു ഒന്നത്. പിന്നെ ഈ ട്രംപ് ഇങ്ങനെ പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്? ഇന്നലെ മേലോട്ട് കയറിയത്. അതിനനുസരിച്ച് ക്രൂഡ് പൊട്ടുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കണക്ക് കൂട്ടുമ്പം മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയാനായിട്ടോ അല്ലെ പോസിറ്റീവ് ട്രിഗർ എന്ന് പറയാനായിട്ടോ മാർക്കറ്റിലൊന്നുമില്ല. അപ്പം ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? ഒരു മൊമെൻറ്റവും ഇല്ലാതെ, യാതൊരുവിധ സംഗതികളും ഇല്ലാതെ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നെങ്കിൽ
നമ്മളത് മനസ്സിലാക്കിക്കോണം. ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു കളിയുണ്ട്, എന്തിനു വേണ്ടി. അപ്പോൾ ഞാൻ ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ മാർക്കറ്റ് രാവിലെ, നിങ്ങൾ ഇന്നലത്തെ വോയിസ് എടുത്ത് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം. ഇന്നലെ ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ്, ഒരു കാരണവുമില്ല മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഇന്നലെ പറഞ്ഞത്. ലാഗ് അടിക്കുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ലാഗ് അടിക്കുന്നവർക്ക് ഞാൻ അങ്ങനെ പറയുന്നില്ല, പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കുറച്ച് സാവധാനം ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് കാര്യം എന്തെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. നിങ്ങൾ ഇപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് എന്തിനോ വേണ്ടി മേലോട്ട് പോകുന്നു പറഞ്ഞു. അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇന്നലെ പിന്നെ സെൻസെക്സും ഏകദേശം 800-1000 പോയിൻറ്റോളം 700 പോയിൻറ്റോളം മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇന്നലെ ബാങ്ക് നിഫ്റ്റി 900 പോയിൻറ്റ് നില കയറി. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 900 പോയിൻറ്റ് കയറി. അപ്പോഴും ഞാൻ എൻ്റെ വേറൊരു ഗ്രൂപ്പിൽ പറഞ്ഞു ഇത് എന്തിനു വേണ്ടിയാണ് ഈ കയറുന്നത്, യാതൊരു പിടുത്തവും. കാരണം ഇത് ക്ലിയർ ആയിട്ടൊരു മാനിപ്പുലേഷൻ ആയിരുന്നു. ഇന്നലെ നിഫ്റ്റി കയറിയതും ബാങ്ക് നിഫ്റ്റി കയറിയതും സെൻസെക്സ് കയറിയതും എല്ലാം എന്തോ ഒരു പ്ലേയുടെ ഭാഗമായിട്ടാണ് മാർക്കറ്റ് ഇന്നലെ കയറിയത് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി. അതെങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ കറണ്ട് വീക്ക് മാത്രമല്ല, കറണ്ട് വീക്കിൽ നമുക്ക് നോക്കുന്ന കാര്യമില്ല, നെക്സ്റ്റ് വീക്കിലെയും അതിൻ്റെ അടുത്ത വീക്കിലെയും ഒക്കെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന പോലെ വലിയ പുട്ട് റേറ്റിംഗ് ഒന്നും നമ്മളവിടെ കാണുന്നില്ല. അവിടെ എല്ലാം കോൾ റേറ്റിംഗ് ആണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ അതിനർത്ഥം മാർക്കറ്റ് ടെമ്പററി ആയിട്ട് മുകളിലോട്ട് പോയാലും മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് നമുക്ക് ആ ഓപ്പൺ ഇൻട്രസ്റ്റിനകത്ത് നിന്ന് റീഡ് ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ച് ഞാൻ വേറൊരു അവസരങ്ങളിൽ പറയുക, അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ പറയുക, എന്തെങ്കിലും ചെയ്യാം. അപ്പം ഇന്നലെ വൈകുന്നേരം എന്നെ വേറെ ഒരാൾ ഫോൺ ചെയ്തു, അറിയാവുന്ന ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞാൻ ഇന്നലെ നിഫ്റ്റിയുടെ പിന്നെ ഓപ്ഷൻസ് ഹീറോ അല്ല, ആ കറണ്ട് എക്സ്പയറി തന്നെ ഞാൻ വലിയൊരു ഹ്യൂജ് ലോട്ട് എടുത്തിരുന്നു. മാർക്കറ്റ് താഴോട്ട് വീഴുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്, എല്ലാ സെറ്റപ്പും കണ്ടിട്ട്. പക്ഷേ മാർക്കറ്റ് വീണില്ല, എനിക്കൊരു ഹ്യൂജ് ലോസ് പറ്റി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് കറണ്ട് എക്സ്പയറി സെലക്ട് ചെയ്തു, നിങ്ങൾക്ക് എന്തുകൊണ്ട് നെക്സ്റ്റ് എക്സ്പയറി നിങ്ങൾ എന്തുകൊണ്ട് സെലക്ട് ചെയ്തില്ല? അങ്ങനെ നെക്സ്റ്റ് എക്സ്പയറി നിങ്ങൾ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് കുറച്ച് പോയാലും ബാക്കി പകുതി പ്രീമിയങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് സെലക്ട് ചെയ്തില്ല? അത് പെട്ടെന്ന് ഗെയിൻ കിട്ടും എന്നുള്ളൊരു ധാരണയിലാണ് അങ്ങനെ ചെയ്തത്. നോ, അവിടെയാണ് നമുക്ക് പാളിപ്പോകുന്ന കാര്യം. ഞാൻ എപ്പോഴും നിങ്ങൾ പറയാറില്ലേ, എപ്പോഴും നിങ്ങൾ ഹീറോയുടെ പുറകെ പോകാതെ നിങ്ങൾ എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യുമ്പം എപ്പോഴും നെക്സ്റ്റ് എക്സ്പയറിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾ വെരി എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറിയിൽ ട്രേഡ് ചെയ്തിട്ട് ലോസ് വന്ന് ഹോൾഡ് ചെയ്ത ധാരാളം ആൾക്കാർ കാണും അല്ലേ? അവരെല്ലാം ഇന്ന് പ്രോഫിറ്റിൽ ഇറങ്ങി, ശരിയല്ലേ? ഇന്നലെ എത്രയാണോ മാർക്കറ്റ് കയറിയത് അതിനേക്കാൾ കൂടുതൽ മാർക്കറ്റ് എന്ത് ചെയ്തു? അതിൻ്റെ ഇരട്ടി മാർക്കറ്റിൽ നിന്ന് താഴെ പോയി, ശരിയല്ലേ? അപ്പം ഈ നെക്സ്റ്റ് എക്സ്പയറിയിൽ ട്രേഡ് ചെയ്തതിൻ്റെ ആ ഒരു മനോഹാരിത നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ എപ്പോഴും നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഹീറോ ചെയ്യുമ്പോൾ ചിലപ്പോൾ 10 പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് വലിയൊരു ഗെയിൻ കിട്ടിയായിരിക്കും, പക്ഷേ 9 പ്രാവശ്യം നിങ്ങൾ പരാജയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് എക്സ്പയറിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുവാണെങ്കിൽ കുറച്ച് ഡീക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്കറ്റിൽ നാളെ ഇതിനൊരു എതിരെ മൂവ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോയ പൈസ മുഴുവൻ നിങ്ങൾക്ക് തിരിച്ച് പിടിക്കാൻ പറ്റും. ഞാൻ ഇന്നലെ ഈ പറഞ്ഞ പോലെ തന്നെ സെൻസെക്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. സെൻസെക്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ഇതിൻ്റെ നിഫ്റ്റി ഞാൻ ചെയ്തില്ല, കാരണം നിഫ്റ്റി എക്സ്പയറി ആയിട്ട് നമ്മുടെ അതുകൊണ്ട് അതിന് പകരം ഞാൻ സെൻസെക്സ് എടുത്തു. പക്ഷേ ഇന്നലെ സെൻസെക്സ് എടുത്തപ്പോൾ ഞാനത് എൻ്റെ ലോസിലാണ് ഞാനത് ക്ലോസ് ചെയ്തത്, എക്സിറ്റ് ചെയ്തില്ല, ഞാനത് ഹോൾഡ് ചെയ്തിരുന്നു. കാരണം എനിക്കറിയായിരുന്നു മാർക്കറ്റ് ഇന്ന് താഴെ വീഴുമെന്ന്, താഴെ പോകുന്നറിയാം. കാരണം എൻ്റെ പഠനം അങ്ങനെയാണ്, കൃത്യമായിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മാർക്കറ്റിന് മുന്നോട്ട് പോകാൻ വേണ്ടി പ്രത്യേക ട്രിഗറുകൾ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞു, ഞാൻ രാവിലെ പിന്നെ മാർക്കറ്റ് നമ്മുടെ വോയിസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാർക്കറ്റ് ഇതിന് മുകളിലോട്ട് പോയെങ്കിൽ 324 മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് അപ്സൈഡ് ഉള്ളൂ, ഇല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് തന്നെ ഇറങ്ങി വരും. അങ്ങനെ താഴോട്ട് ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കുള്ളത് ഈ നമ്മുടെ ഇന്നലത്തെ ആ ലോ ഇല്ലേ, ആ ലോ ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ 24,000 പിന്നെ 23,800 വരെ കാണാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു അല്ലേ, കൃത്യമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതിന് താഴെ മാത്രമേ നിങ്ങൾ ട്രേഡ് നോക്കാവൂ, ഇതിന് ട്രേഡ് നോക്കാവൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞ്, നിങ്ങൾ പുതിയ ആൾക്കാരാണ് അനങ്ങാതിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഇവിടുന്ന് ധാരാളം ആൾക്കാർ ഈ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ എടുത്ത് ധാരാളം ആൾക്കാരുണ്ട്, പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് സ്ക്രീൻഷോട്ട് അയച്ച ധാരാളം ആൾക്കാരുണ്ട്, അവരൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ഇതെങ്ങനെ അപ്പം ഒരാൾ എന്നെ വിളിച്ചിട്ട് സാറേ, ഒന്നല്ല ഒരു 4-5 പേര് എനിക്ക് മെസ്സേജ് അയച്ചു, സാറേ എല്ലാ ഗ്രൂപ്പിലും എല്ലായിടത്തും ആണല്ലോ പറയുന്നത്, സാറ് മാത്രം എന്താണ് PE സൈഡിൽ മാർക്കറ്റ് താഴോട്ട് വീഴും പൊട്ടും എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞ് എനിക്ക് 3-4 പേര് മെസ്സേജ് അയച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ എല്ലാവരുടെയും വ്യൂ അല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല 10 പേര് ഒരേ കാര്യം ഒരുപോലെ ആവർത്തിക്കുമ്പോൾ സത്യമാണെന്ന് നിർബന്ധമില്ല. എന്നാൽ 2 പേര് അതേ കാര്യം അല്ലാതെ പറയുമ്പോൾ അതും ശരിയാകണമെന്ന് നിർബന്ധമില്ല, തെറ്റാണെന്ന് നിർബന്ധവും ഇല്ല. അപ്പം നമ്മളുടെ പഠനമാണ് അതിനകത്തിൽ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പം ഇന്ന് മാർക്കറ്റ്, അപ്പം അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നപ്പം 24,000 എത്തിയപ്പോൾ ഞാൻ എൻ്റെ ട്രേഡ് ക്ലോസ് ചെയ്തു. 24,000 എത്തിയപ്പോൾ എൻ്റെ ട്രേഡ് ക്ലോസ് ചെയ്തു. എനിക്ക് 24,000 വരെ ഉള്ളായിരുന്നു. ബട്ട് മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും താഴെ വരും എന്നെനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാനത് ഗ്രൂപ്പിൽ പറയുകയും ചെയ്തു. മാർക്കറ്റ് പൊട്ടുന്നതിന് മുന്നേ തന്നെ ഞാനത് കാര്യം പറഞ്ഞു. കൃത്യമായിട്ട് നമുക്ക് നോക്കാം ഞാൻ എന്താ പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് കയറും എന്ന പ്രതീക്ഷ നൽകി പൊട്ടിക്കാനും മതി, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കാമെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. മാർക്കറ്റ് ഇവിടെ വന്നു, നമ്മുടെ ടാർഗറ്റ് എത്തിയതിന് ശേഷം ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഇവിടുന്ന് മോളോട്ട് പോകുമെന്നൊരു പ്രതീതി വരുത്തി തീർക്കും. അങ്ങനെ വരുത്തി തീർത്തു. മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയ ശേഷം വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ തന്നു, ഇല്ലേ? വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ തന്നതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് അവിടുന്ന് ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ തന്നു, അതിനുശേഷം മാർക്കറ്റ് വീണ്ടും അവിടുന്ന് താഴോട്ട് പൊട്ടുമായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ക്ലിയർ ആയിട്ട് എഴുതി കയറുമെന്ന് പ്രതീക്ഷ നൽകി പൊട്ടിക്കാനും മതി, അതുകൊണ്ട് നിങ്ങളിവിടെ ട്രേഡ് എടുക്കുന്നവരെ സൂക്ഷിച്ച് തരണമെന്ന്. അപ്പോൾ ക്ലിയർ ആയിട്ട് ഞാൻ അവിടെ എൻ്റെ ട്രേഡ് എക്സിറ്റ് ചെയ്തു. ഞാൻ അവിടെ ഒരു നല്ലൊരു പ്രോഫിറ്റ് ഞാൻ അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഒരു ട്രേഡ് സെൻസെക്സിലെ ട്രേഡ് എടുത്ത് ക്ലിയർ ആയിട്ട് ഞാൻ അവിടെ എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. ഏകദേശം 200 പോയിൻറ്റോളം 200 പോയിൻറ്റിനടുത്ത് അതിന് മേളിൽ ഞാൻ പിടിച്ച് ഞാൻ അവിടുന്ന് ഇറങ്ങി. ഇല്ല, ഇതിനിടെ 1-2 ലോട്ടോ ഉണ്ടെന്ന് ഇടയ്ക്ക് ഞാനത് കൊടുത്തു. അതുകൊണ്ടാണ് ഈ ഫിഗർ ഇതുമായിട്ട് ഒക്കാത്തത്. അല്ല ചിലപ്പോൾ വേണമെങ്കിൽ കാണുന്നവർ പറയും സാറേ 40 ലോട്ടിന് ഇത്ര അല്ലല്ലോ കിട്ടേണ്ടത് എന്ന് വേണേൽ പറയും. ഇതിനിടയിൽ 2 ലോട്ടോ ഉണ്ടായിരുന്നു, ഞാൻ ഇടയ്ക്ക് അത് കൊടുത്തു. അതുകൊണ്ടാണ് അതങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അപ്പം ഞാൻ എൻ്റെ ട്രേഡ് ഇവിടം വരെ ഉള്ളായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് താഴോട്ട് മാർക്കറ്റ് വരും എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കാര്യം എന്നുകൂടെ ഞാൻ പറയാം. അതിനകത്ത് ഞാൻ ഒരു സാധനം ഞാൻ കാണിക്കാം നിങ്ങളെ. ഒരു സെക്കൻഡ്. നിങ്ങൾ നോക്കിക്കേ, ഈ സാധനം ഈ കാണുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. ഇത് ഓപ്പൺ ഇൻട്രസ്റ്റ് നെക്സ്റ്റ് വീക്കിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഈ കാണുന്നത്. ഈ വീക്കിലെ അല്ല, കറണ്ട് വീക്കല്ല, നെക്സ്റ്റ് വീക്കിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ 23,900. ഈ 23,900 ഇവിടെ നോക്കിക്കേ കോൾ റേറ്റിംഗ് ആണ് കൂടുതൽ. ഇവിടെ കൂടുതൽ. ഇതിൻ്റെ അർത്ഥം എന്താണ്? അടുത്ത ആഴ്ച പോലും മാർക്കറ്റിനെ അടുത്ത ആഴ്ച ഉള്ളവർ പോലും മാർക്കറ്റ് താഴോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച് ആ പ്രതീതിയിൽ കോൾ റൈറ്റ് ചെയ്തവർ ധാരാളമുണ്ട്. അതുപോലെ തന്നെ 23,800 നോക്കിയാലും ന്യായമായി ഇവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാളൊക്കെ കൂടുതൽ കോൾ റേറ്റിംഗ് ഇവിടെ കാണുന്നുണ്ട്. 23,800 നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കോൾ റേറ്റിംഗ് കൂടുതൽ വരേണ്ടതാണ്. ഇതിനേക്കാളൊക്കെ കൂടുതൽ കോൾ റേറ്റിംഗ് എന്ത് ചെയ്തു? 23,800 അതുപോലെ തന്നെ 23,500 കണ്ടോ? 23,500 മാന്യമായ രീതിയിൽ കോൾ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? മാർക്കറ്റിൽ താഴോട്ട് വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഇതൊക്കെ നൽകുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ മാർക്കറ്റ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു കോളും പുട്ടും മാത്രമല്ല എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ നമ്മൾ നോക്കാനും ചിന്തിക്കാനും അത് അനലൈസ് ചെയ്യാനൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോലെ. അപ്പോൾ നിങ്ങളെടുക്കുക ഞാനൊരു വ്യൂ പറയുമ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് പോകും, അല്ല മുകളിലോട്ട് കയറി പോകും, അല്ല ഇവിടുന്ന് പിന്നെ തിരിച്ച് കയറും എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം ചുമ്മാതെ വായി തോന്നുന്ന വിളിച്ച് പറയുന്നതല്ല. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ഏറെക്കുറെ ശരിയാകുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതിൻ്റെ പുറകിൽ കൃത്യമായ പഠനമുണ്ട്, അതിന് കൃത്യമായ അനലൈസ് ഉണ്ട്. നമ്മൾ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ടാണ് നമ്മളൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് നിങ്ങളുടെയൊക്കെ പറയുക ചെയ്യുന്നത്. എന്നിട്ടും തെറ്റിപ്പോവാം, അല്ലേ? എന്നിട്ടും തെറ്റിപ്പോവാം. എങ്കിലും നമുക്ക് ഒറ്റ കാര്യം ഇതുകൊണ്ട് മനസ്സിലാക്കാം. പഠിച്ചാൽ കൃത്യമായി മാർക്കറ്റിനെ മനസ്സിലാക്കിയാൽ, മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് പിഴച്ച് പോവുക, മാന്യമായ രീതിയിൽ ന്യായമായ രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഈ സൂചിപ്പിക്കുന്നത്. അപ്പം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞത് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ ഇനി മാർക്കറ്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹോർമോസ് വഴി നിങ്ങൾ പിന്നെ ഷിപ്പ് കൊണ്ടുപോയി നോക്കുക, ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നു. അമേരിക്ക പറഞ്ഞു, ആദ്യം പറഞ്ഞു ഞങ്ങൾ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു.
അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദോരനാണ്. അതിനിടയിൽ അവർ അമേരിക്കൻ ഇൻ്റലിജൻസ് പറയുന്നു അവിടെ ഹോർമോസ് കടലെടുക്കിനകത്ത് മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഷിപ്പുകളെ തകർക്കാൻ വേണ്ടി എന്ന് പറയുന്നു. അങ്ങനെ പല പല അൺസർട്ടനിറ്റികളാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ ഓരോ മണിക്കൂറുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മളെന്താ ചെയ്യേണ്ടത്? കൃത്യമായി നമുക്ക് ഒരു മാർക്കറ്റിൻ്റെ ഒരു ദിശ, നമുക്ക് ആ ദിശ മനസ്സിലാക്കി മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള അവസരങ്ങളിൽ. അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം ട്രേഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നാളെ ഇനിയിപ്പോൾ മാർക്കറ്റ് ഇത്ര ഇറങ്ങി വന്നു. നാളെ നമുക്ക് നോക്കേണ്ടത് 23,800 നമ്മുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട്. 23,800 താഴെ ഒരു പ്രാവശ്യം മാർക്കറ്റ് വന്നിട്ടുണ്ട്, ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഈ നാളെ ഈ ലോ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇത്ര ഓപ്പർച്യൂണിറ്റി കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നാളെ മാർക്കറ്റ് പൊട്ടി താഴെ വീഴുന്നു അങ്ങനൊന്നും വിചാരിക്കല്ലേ. ഞാൻ അപ്പോഴത്തെ കറണ്ട് സിനാരിയാണ് പറഞ്ഞത്. ഇപ്പോൾ 23,800 മാർക്കറ്റ് വന്നാൽ നമുക്ക് നോക്കാനുള്ളത് ഈ പറയുന്ന 23,699, 23,700 എന്ന് പറയുന്ന ഈ പോയിൻ്റാണ്. നമുക്കത് 23,700 ആക്കാം, 90 ഡയറക്റ്റ് ആക്കണ്ട, 23,700. ഓക്കെ, ഈ 23,700 നമ്മൾ ശ്രദ്ധിക്കുക. 23,700 കൂടെ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ 23,500 കാണേണ്ടി വരും. ഓക്കെ, അല്ല മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24,000. അപ്പോൾ നമുക്ക് 2 പോയിൻ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന് 24,000 അല്ലെങ്കിൽ 23,800. ഓക്കെ, 23,800 പൊട്ടുവാണെന്നുണ്ടെങ്കിൽ 23,700 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതും പൊട്ടുവാണെങ്കിൽ 23,500 നമ്മൾ കാണേണ്ടി വരും. അല്ല മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പററി ആയിട്ടെങ്കിലും ഈ ഹൈ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 24,000 കടന്നാൽ 24,079 നമ്മൾ വാച്ച് ചെയ്യുക. അതും കടന്നു പോവുകയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് കവറിങ് റാലി തന്നെ ഒരു പക്ഷേ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് 24,324 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇന്ന് രാത്രിയിലത്തെ അവസ്ഥകൾ കണ്ടിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. വലിയ വലിയ ഹംഗാമകൾ നമ്മൾ കാണേണ്ടി വരും. നിലവിലിപ്പോൾ US ഫ്യൂച്ചർ ഓടുന്നത് ഒരു നോർമൽ രീതിയിലാണ്, ചെറിയ നെഗറ്റീവാണ്, നോർമൽ രീതിയിലാണ് ഓടുന്നത്. എങ്കിലും രാത്രിയാകുമ്പോൾ അറിയാം ബാക്കി എന്താ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. അപ്പോൾ രാത്രിയിൽ US മാർക്കറ്റോട് വാച്ച് ചെയ്യുക, ഗിഫ്റ്റ് നിഫ്റ്റി വാച്ച് ചെയ്യുക. രാവിലെ നമുക്ക് എന്തെങ്കിലും പിന്നെ അവിചാരിതമായിട്ട് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ വോയിസ് ഇടാം. ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ മാർക്കറ്റിൽ കാണാം എന്താ സംഭവിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായിരിക്കും. അപ്പോൾ കണ്ണും പൂട്ടി ട്രേഡ് എടുക്കുക അല്ല വേണ്ടത്. കൃത്യമായി നമ്മൾ പഠിച്ചിട്ട് മാർക്കറ്റിൻ്റെ ഗതി അറിഞ്ഞിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അപ്പം വേറെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇന്നലെ ഞാൻ ബാങ്ക് നിഫ്റ്റി ആദ്യം പറഞ്ഞില്ലേ, ബാങ്ക് നിഫ്റ്റി ഇന്നലെ 900 പോയിന്റ് കയറി. ആ പോയിന്റ് കയറി അത്രയും തന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഇന്ന് മാർക്കറ്റ് വീണു. അത് നോക്കിക്കേ, ബാങ്ക് നിഫ്റ്റി കണ്ടില്ലേ, 56,759 നിന്ന് മാർക്കറ്റ് ഒരു വീഴ്ച വീണിട്ട് 666 വരെ വന്നു. ഏകദേശം 900 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് പൊട്ടി താഴെ പോയി. ഇന്നലെ ആണെങ്കിൽ 700, 800 ഇവിടുന്ന് ഇവിടം വരെ കയറി. ഇവിടം വരെ ഏകദേശം 56,000 മുതൽ 57,000 വരെ 1000 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് കയറി. ഇവിടെ നിന്നോ ഇന്ന് നോക്കിയാൽ 56,900 മുതൽ 55,600, 650 വരെ, 55,600, 56,600, 1,200 പോയിൻറ്റോളം ഇന്ന് ബാങ്ക് നിഫ്റ്റി വീണു അല്ലേ. നമ്മൾ മിഡ് ക്യാപ്പ് നോക്കുവാണെങ്കിലോ, മിഡ് ക്യാപ്പും ഈ പറയുന്ന പോലെ തന്നെ ഇന്നലത്തെ ഇത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഏകദേശം ഒരു 300 പോയിൻറ്റിൻ്റെ ഫോള് മിഡ് ക്യാപ്പ് ഇന്ന് നൽകി. അപ്പം മൊത്തത്തിൽ ഇന്നലെ എന്തിനു വേണ്ടിയോ തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ ഇന്നലെ എന്തിനു വേണ്ടിയോ കയറ്റിക്കൊണ്ട് പോയി, ആ കയറ്റിക്കൊണ്ട് പോയതിൻ്റെ ഇരട്ടി നമ്മുടെ എല്ലാം കണ്ണി പൊടിയിട്ട് എന്ത് ചെയ്തു, കയറ്റിയതിൻ്റെ ഇരട്ടി എന്ത് ചെയ്തു, ഇന്ന് പൊട്ടിച്ച് കൈ തന്നു. അപ്പോൾ നാളെ നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. നാളത്തെ മൊമെൻറ്റം മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. മാർക്കറ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മാർക്കറ്റിനെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സുന്ദരമായിട്ടിരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.